ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്നത് ഗോപൻ സ്വാമിയാണ്. ഗോപൻ സ്വാമിയുടെ സമാധിയും കല്ലറയും എല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ വാർത്താമാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഗൂഗിളിൽ വരെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുകയാണ് ഗോപൻ സ്വാമിയും ഗോപൻ സ്വാമിയുടെ സമാധിയും. ശരിക്കും ആരാണ് ഗോപൻ സ്വാമി? നമുക്കൊന്ന് നോക്കാം. നെയ്യാറ്റിൻകരയിൽ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് പ്രശസ്തമായത്. അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസികൾ രംഗത്ത് വന്നതോടെ കഥ മാറി. വീടിനു മുന്നിൽ സമാധി ഇരുത്തിയെന്ന് മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ പോലീസ് എത്തി. ഇതോടെ ഒരു വിഭാഗം എതിർപ്പുമായി എത്തി. എന്തായാലും ഇതോടെ ഗോപൻ സ്വാമി ഗൂഗിൾ സെർച്ചിലടക്കം ട്രെൻഡിംഗ് ആയി. നെയ്ത്ത് ജോലിയും ചുമട്ടുതൊഴിലുമായി ചെയ്തു പോന്നിരുന്ന ആളാണ് ഇന്ന് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ. അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിലയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായാണ്. പിന്നീട് ചുമട്ടുതൊഴിലിലേക്ക് മാറി. ഇവിടെ നിന്ന് പിന്നീട് ആറാലുംമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. ഇവിടെ BMS AITUC യൂണിയനുകളിൽ ചുമട്ടുതൊഴിലാളിയായി ജോലി നോക്കിയിരുന്നു. പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി. ഇതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയതും. 20 വർഷത്തിനു മുമ്പാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു. ഇവിടെ പൂജകൾ ചെയ്തു പോന്നിരുന്നു. അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങളടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു ഗോപൻ. ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് ഗോപൻ സ്വാമി മരിക്കുന്നത്. അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു. സമാധിയായിരിക്കാനായി 5 വർഷം മുമ്പാണ് ഗോപൻ സ്വാമി പത്മപീഠം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്.